കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അടിപൊളി കറിയാണ് കേട്ടോ. നമ്മളിന്ന് കറി വയ്ക്കാൻ പോണത് ചിരക്കയും ചെമ്മീനും എന്ന് ചെമ്മീനും കേട്ടിട്ടുണ്ടോ? ചിരക്കയും ചെമ്മീനും കൂടിയിട്ടുള്ള കറി. അതൊരു സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് കറി വയ്ക്കണത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി ചിരക്ക കിട്ടുമ്പോൾ ഇതുപോലെ തന്നെയാണ് വെക്കുള്ളൂ കേട്ടോ. നിങ്ങളുടെ അവിടെ ചിരക്കാൻ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ ചിരക്ക എന്നാണ് പറയുക. ചുരക്ക എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കറി വയ്ക്കുകയെന്ന് ഒന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് ലൈക്ക് അടിക്കാനും ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഈ കറി എങ്ങനെയാണ് വയ്ക്കുകയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ നമുക്കൊരു ചിരക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കസിൻ തന്നതാണ് കേട്ടോ. അവരുടെ അവിടെ വളപ്പിലുണ്ടായപ്പോൾ നമുക്ക് തന്നതാണ് കേട്ടോ. നാടൻ ചിരക്കയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദേ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാൽ ഭാഗം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ നന്നായി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു തരി അരികളുണ്ടാവില്ലേ, അത് കളയണം കേട്ടോ. അപ്പോൾ അതാ ചെറിയ തരി കേട്ടോ, മൂത്തിട്ടൊന്നുമില്ല, ചള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്ത് കഴുകി വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകിയിട്ടുള്ള നമ്മുടെ ചിരക്കയൊക്കെ മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൺചട്ടിയിൽ തന്നെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതാ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ചൂന്നിമുളകും ഉണ്ട്. സാധാരണ വെടിക്കുന്ന നമ്മുടെ അങ്ങാടി മുളകില്ലേ, അതുണ്ട്. അതൊന്ന് ജസ്റ്റ് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് എന്താ അറിയോ, കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ മാങ്ങയാണ് കേട്ടോ പുളിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാങ്ങ നമ്മൾ നീളനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കല്ലുപ്പ്, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് കുറച്ചൊരു 5-6 ചുവന്നുള്ളി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായി കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം കേട്ടോ. നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കിയിട്ടൊന്നും കാര്യമില്ല. കൈകൊണ്ട് തന്നെ നന്നായി മുറുക്ക തിരുമ്പി നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി കൈയൊക്കെ കുറച്ച് പുകച്ചിലൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നന്നായി തന്നെ കൈകൊണ്ട് കുഴച്ചൊന്ന് ഇതൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ എല്ലാ മസാലയും ഒരുമിച്ച് പിടിക്കുന്ന പാകത്തിന് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് ഞാൻ നന്നായി കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ. നന്നായി വൃത്തിയായി കഴുകണം. അത് നമ്മുടെ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. കാരണം നമ്മൾ കഴുകിയപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളമൊക്കെ ഒന്ന് വറ്റണം വരെ. വെളിച്ചെണ്ണ ഒന്നും ഇപ്പോൾ ഒഴിക്കണ്ട. വെളിച്ചെണ്ണ ഒഴിക്കണം നമുക്ക്, ഇതെപ്പോഴല്ല, ഇത് ചൂടായതിന് ശേഷം നന്നായി ചൂടായി ഒന്ന് വെള്ളമൊക്കെ നമ്മുടെ ഇതിലത്തെ വറ്റി വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ ആ പാകം വരുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ നന്നായി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കരിയരുത് കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് റോസ്റ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായി അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പൊടിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ അതും കൂടി നമ്മൾ ഈ തിരുമ്പി വെച്ചിട്ടുള്ള നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇല്ലേ അതിലേക്ക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്പി എടുക്കുക വേണ്ട കേട്ടോ. ബാക്കിയൊക്കെ തിരുമ്പി നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി ചെമ്മീൻ്റെ എല്ലാം പിടിക്കണത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതും കൂടിയും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരിക കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 1.5 കപ്പ് 2ാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല, നമ്മൾ പാലെടുത്തിട്ടുണ്ട്. 1ാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. 2ാം പാലിൽ ഇതൊന്ന് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ കൂടിയിട്ടൊന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറി ഞാൻ അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട്. കറി നന്നായി തിളച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക് ഇപ്പോൾ വരിക. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമ്മുടെ പാലൊക്കെ കറക്റ്റ് സെറ്റായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങയിലെ പുളിയൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേപോലെ വറ്റിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 1ാം പാലില്ലേ, 1ാം പാൽ നല്ലൊരു കട്ടിപ്പാലാണ്. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ട. ഒന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന്
ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയ്ക്കുള്ളൂ, അടിപൊളി കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിരക്കിയും ചെമ്മീൻ്റെയും കറി തന്നെയാണ് കേട്ടോ. ശേഷം കുറച്ച് ചുവന്നുള്ളി നമ്മൾ വട്ടനെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ അതായത് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് കാച്ചാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഈ കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. നന്നായി മൂത്തതിന് ശേഷമാണ് കേട്ടോ നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ കളറ് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചിരക്ക കിട്ടുകയാണെങ്കിൽ, ചെമ്മീനും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ. ചെമ്മീൻ നമ്മൾ അരച്ച് ചേർത്ത കാരണം അതിൽ നിന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടില്ല. അത് കറിയിൽ എല്ലാത്തിലും കൂടിയിട്ട് ചേർന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.